പാഠം 775. ചെലവ് കുറയ്ക്കാനുള്ള വഴികൾ. രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തി 66ാം റിപ്പബ്ലിക് ദിനം ഇന്ന് ആചരിക്കുന്നു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഇന്നലെ രാഷ്ട്രത്തോട് സംസാരിച്ചു. വിവിധ മേഖലകളിൽ കരുത്തുറ്റ സംഭാവനകൾ നൽകിയ പ്രമുഖ വ്യക്തികളെ രാഷ്ട്രം പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. സാറേ, മണി 11 ഇതുവരെയായിട്ട് പത്രം വായിച്ചു കഴിഞ്ഞില്ലേ? ഭാമേ, നീ ഈ പത്രം വായിച്ചോ? പത്മഭൂഷണും പത്മവിഭൂഷണും പത്മശ്രീയൊക്കെ കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് കണ്ടോ? സത്യത്തിൽ മോഹനേട്ടന് ഒരു പത്മശ്രീ കിട്ടേണ്ട കാലം കഴിഞ്ഞെന്ന എന്റെ അഭിപ്രായം. ഇങ്ങനെ നോക്കണ്ട, ഇത്രേ സത്യസന്ധന കൃത്യനിഷ്ഠക്കാരനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇപ്പൊ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ മോഹനേട്ടാ? മോഹനേട്ടൻ രാജ്യത്തിന് മൊത്തത്തിലും പ്രത്യേകിച്ച് ഇന്ത്യയിലെ റവന്യൂ വകുപ്പിന് നൽകിയ സംഭാവനകളെ മാനിച്ച് ഒരു പത്മശ്രീ ഉറപ്പായിട്ടും കിട്ടേണ്ട. റിപ്പബ്ലിക് ദിനമായിട്ട് ഇത്തരം നിലവാരമില്ലാത്ത തമാശകൾ പറയാതെ അടുക്കളയിൽ പോയി നിനക്കറിയാവുന്ന എന്തെങ്കിലും ജോലി ചെയ്യേ. ഓ എന്റെ ഈശ്വരാ, അടുക്കള ജോലിയെങ്കിലും എനിക്കറിയാന്ന് സമ്മതിച്ചല്ലോ, ഭാഗ്യം. അതെ, ഈ റിപ്പബ്ലിക് ദിനമായിട്ട് ഇന്നെന്താ പരിപാടി? റിപ്പബ്ലിക് ദിനത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടി വേണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? രാവിലെ എഴുന്നേറ്റ് ഇവിടെ വന്നിരുന്ന് ഇതുപോലെ പത്രം വായിക്കണമെന്നും ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഒരാള് രാവിലെ എഴുന്നേക്കും മുതൽ വൈകിട്ട് കിടന്നുറങ്ങുന്നവരെ എന്തൊക്കെ ചെയ്യണം എന്നല്ല ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ഇന്ന് അവധിയല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് പോ. എന്തിന്? സിനിമ കാണാന്. അത് മനസ്സിലായി. ഇന്നിപ്പോ സിനിമയ്ക്ക് പോകേണ്ട കാര്യം എന്തെന്നാണ് ഞാൻ ചോദിച്ചത്. അവധി ദിവസങ്ങളിൽ സാധാരണ മനുഷ്യന്മാർക്ക് അങ്ങനെയല്ലേ ചെയ്യുന്നു മോനട്ടാ? എല്ലാ ദിവസവും ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന മനുഷ്യർ ഒരവധി ദിവസം കിട്ടുമ്പോ ഭാര്യയും കുടുംബത്തെ കൂട്ടി പുറത്തുപോയി ഭക്ഷണം കഴിക്കുകയും സിനിമ കാണുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് നാട്ടുനടപ്പ്. അത്തരം നാട്ടുനടപ്പിന്റെ ഒരു കാര്യമില്ല. എല്ലാ ദിവസവും ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന ആളുകൾ അവധി ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് വിശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഒറ്റ ദിവസം കൊണ്ട് ധൂർത്തടിച്ച് കളയുകയല്ല വേണ്ടത്. ഇങ്ങനെയുണ്ടോ എന്റെ മോഹനേട്ടൻ ഒടുക്കത്തെ പിശുക്ക്? ഈ കണക്കിന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ താമസിക്കാതെ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും എന്തിന് ശ്വാസം വലിക്കുന്ന പോലും നിർത്തുമല്ലോ. ഇന്നലെ വിദ്യാലക്ഷ്മി പറഞ്ഞു തരുന്നു, അവള് കൂടെ വരാൻ നമുക്ക് ഒരുമിച്ച് സിനിമയ്ക്ക് പോവാന്ന്. അതങ്ങ് കേട്ടാ മതിയായിരുന്നു. അപ്പൊ കരുതി ഒരുപാട് നാള് കൂടി സിനിമയ്ക്ക് പോകുന്നല്ലേ, അപ്പൊ എന്റെ മോഹനേട്ടന്റെ കൂടെ സിനിമയ്ക്ക് പോവാന്ന്. ഇങ്ങനെ എതിര് പറയുന്ന അറിയായിരുന്നെങ്കിലേ അവളോട് സിനിമയ്ക്ക് പോയാൽ മതിയായിരുന്നു. നോക്കി ഒരു സിനിമ കാണുന്നത് അത്രയും വലിയൊരു കാര്യമാണോ? നീ പറയുന്ന കേട്ടാൽ ഇന്ന് സർക്കാർ അവധി പ്രഖ്യാപിച്ചത് നിങ്ങളെപ്പോലുള്ളവർക്ക് സിനിമ കാണാനാണെന്ന് തോന്നുമല്ലോ. ഈ വിഷയത്തിൽ തർക്കിക്കാൻ മോഹനേട്ടന്റെ ഭാഗത്ത് ഒരു ന്യായമില്ല മോഹനേട്ടാ. കാശ് മുടക്കാനുള്ള മടി കൊണ്ട് മാത്രമാണ് മോഹനേട്ടൻ സിനിമയ്ക്ക് വരാതിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. ഇവിടെ നിന്ന് ടൗണ് വരെയുള്ള 4 കിലോമീറ്റർ നടന്നുപോയി സിനിമ കാണേണ്ട കാര്യം എന്താണ്? നടന്നു പോണം എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. താഴെ റോഡ് ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ബസ് കിട്ടും. ബസ് കാത്ത് നിൽക്കാൻ വൈകിയും വേണ്ട, നമുക്ക് ഓട്ടോറിക്ഷ വിളിക്കാം. ഓട്ടോറിക്ഷ വിളിക്കാൻ രൂപ 60 ആവും. 60 രൂപ മുടക്കി ഓട്ടോ പിടിച്ച് ടൗണിൽ ചെന്ന് നീ പറഞ്ഞ പോലെ പുറത്തൊരു ഹോട്ടലിൽ കയറി ഊണും കഴിച്ചിറങ്ങുമ്പോ ചെലവ് 120 രൂപ. 120 രൂപ? അപ്പൊ 2 ഊണിന് 60 രൂപ എന്നാണോ മോഹനേട്ടൻ കൂട്ടിയിരിക്കുന്നത്? പരമേശ്വരന്റെ ഹോട്ടലിൽ ഊണിന് 30 രൂപയാണല്ലോ. അയ്യടാ, ആ ഊണേ മോഹനേട്ടനെങ്കിലും ഇരുന്ന് ഉണ്ടാ മതി. എനിക്ക് സുലൈമാനിക്കാട് ഹോട്ടലിൽ നല്ല 1 തരം ബിരിയാണി കിട്ടണം. 2 ബിരിയാണിക്ക് 300 രൂപ. അവിടെ നിന്ന് ഇറങ്ങി കൈരളി തിയേറ്റർ ചെല്ലുന്നു. 2 ബാൽക്കണി ടിക്കറ്റ് 200 രൂപ. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോ ഒരു ചായയും ഒരു വടയും, 2 പേർക്കും കൂടി 30 രൂപ. തിരിച്ച് ഓട്ടോ വിളിക്കുന്നു. കാര്യം കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇന്നൊരു അവധി ദിവസമായി പോയത് കൊണ്ടും നിനക്ക് സിനിമ കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടും എനിക്ക് ആകെ ചെലവ് 650 രൂപ.
നീ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതെ കക്ഷികളെ പറ്റിച്ച് പണമുണ്ടാക്കുന്ന ഒരു വക്കീലാണ്. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഓ, എന്റെ പൈസ ഒരു പ്രയോജനവുമില്ലാതെ ധൂർത്തടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, പറയുമ്പോ വലിയ വില്ലേജ് ഓഫീസറാണ്, ഭാര്യയോ ഒരു വക്കീൽ. പക്ഷെ ഒരു സിനിമ കാണാൻ പോലും കാശില്ല. എന്റെ മോഹനേട്ടാ, നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാരും പാവപ്പെട്ടവരും തൊട്ട് ഒരു ജോലിയും ഇല്ലാത്തവര് പോലും 2 മാസത്തിൽ ഒരു സിനിമയെങ്കിലും കാണാറുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തിയേറ്ററിൽ പോയി ഒരു സിനിമ പോലും കാണാത്ത ഒരേ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കുടുംബം. അങ്ങനെ വെറുതെ പണം ധൂർത്തടിച്ച് കളയാത്തത് കൊണ്ടാണ് ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ടി വരാത്തത്. എന്താ ആവശ്യം വരുമ്പോഴാ മോഹനേട്ടാ? മോഹനേട്ടന്റെ കണക്ക് പ്രകാരം 3 നേരം ഭക്ഷണം കഴിക്കാന്നൊരു ഒറ്റ ആവശ്യം മാത്രമല്ലേ മനുഷ്യനുള്ളൂ. പക്ഷേ മറ്റുള്ള ആളുകൾക്ക് അങ്ങനെയല്ല. സിനിമ കണ്ടും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചും യാത്രകൾ പോയും ഒക്കെ ജീവിതം ആഘോഷിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷവും. ഓൺമരടിക്കുന്ന കേൾക്കുന്നില്ല, പോയതെടുക്ക. എനിക്ക് സൗകര്യമില്ല. ഒരു അവധി ദിവസമാണ്, എന്നെ ആരും വിളിക്കാൻ സാധ്യതയില്ല. മോഹനേട്ടനാണ് ഫോണെങ്കിൽ ഞാൻ എന്തു പറയണം? ഞാൻ കാശിക്ക് പോയി പറഞ്ഞാൽ മതി. ശരി. ഹലോ. ആ വിദ്യ, നീയായിരുന്നോ? ഞാനിപ്പൊ നിന്നെപ്പറ്റി മോനോട്ടോട് പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും പറയാതിരിക്കാ നല്ലത്. മോഹനോട് സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? ഇന്നൊരു അവധി ആയതുകൊണ്ട് ഒരു സിനിമയ്ക്ക് പോയാലെന്ന് ഞാൻ മോഹനോട്ടോട് ചോദിച്ചതാണ്. എന്റെ അമ്മോ, അതിന്റെ പേരിൽ മോഹനേട്ടൻ ഇനി പറയാനൊന്നും ബാക്കിയില്ല. ആണോ? സത്യം? ആ, അങ്ങനെയാണെങ്കിൽ ഞാനും വരാം. എത്ര മണിക്ക് പോന്നേ? 1:30-ക്കല്ലേ? ആ ശരി, ഞാന് മോഹനേട്ടൻ ഊണ് കൊടുത്തിട്ടിറങ്ങും. കൈരളി തിയേറ്ററിലല്ലേ? ശരി, എന്തായാലും നീ ഇപ്പൊ വിളിച്ചത് നന്നായി. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ബോർഡടിച്ച് ചത്തേനെ. ഒരു നല്ല സിനിമ കണ്ടിട്ട് എത്ര നാളായി. അപ്പോഴേ ഞാൻ വീട്ടിലേക്ക് പെട്ടെന്ന് തീർക്കട്ടെ. ഓ, ലോട്ടറി അടിച്ചു. എല്ലാ ബസ്സും വരുന്നില്ല, വരണ്ട. എനിക്ക് സിനിമ കാണാൻ വേറെ കമ്പനി കിട്ടൂലോ. വിദ്യാലക്ഷ്മി വിഷം കൊടുത്തു കൊല്ലണം. ഭാമയുടെ സകല ദൂരത്തിനും കാരണക്കാരി ആ പെണ്ണുപിള്ളേ. ഓരെന്ന് പറഞ്ഞ അവള് കേൾക്കില്ലായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത്. എന്റെ ഭാര്യ എന്റെ പറയല്ല കേട്ടോ, ശശികലയും കൊണ്ട് ഒരു സ്ഥലത്ത് പോയാ ഭയങ്കര ചെലവാ. അനിയത്തിയുടെ വീട്ടിൽ പോകണമെന്ന് അവള് പറഞ്ഞപ്പോഴേ എന്റെ ചങ്കിടിച്ചു. പിന്നെ ഞാനൊരു ബുദ്ധി അങ്ങോട്ട് പ്രയോഗിച്ചു. ശശികലയുടെ കൂട്ടുകാരിയുടെ കെട്ടിയോനെ ഗൾഫിലുണ്ട്. കൂട്ടുകാരും കെട്ടിയവനും കൂടെ വീട്ടിലേക്ക് വരുന്നുവെന്ന് ഫോൺ ചെയ്തു എന്ന് ഞാനൊരു കള്ളം അങ്ങോട്ട് പറഞ്ഞു. അവളതങ്ങ് വിശ്വസിച്ചു. ഗൾഫുകാരൻ വരുമ്പോ എന്തെങ്കിലും കൊടുക്കുമല്ലോ, അപ്പൊ അത് കളഞ്ഞിട്ട് വീട്ടിൽ പോകുന്നത് ഭയങ്കര നഷ്ടമല്ലേ. ശശികല എന്നെ പറഞ്ഞു അനിയത്തിയുടെ വീട്ടിൽ പോണ്ടാന്ന്. ആ ചെലവ് അങ്ങനെ ഒഴിവാക്കി കിട്ടി. ഗൾഫുകാർ വരായിരുന്നപ്പോ പുള്ളിക്കാരത്തി പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇല്ലല്ലോ. ഉച്ച കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഗൾഫുകാരന് വേറെ എന്തോ തിരക്കുണ്ട്, നാളെ വരുമെന്ന്. കൊള്ളാം സുശീലൻ ചേട്ടാ. അവൾ അതും വിശ്വസിച്ചു. ഗൾഫുകാരൻ തിരിച്ചു പോകുന്നത് വരെ ആ നമ്പർ ഞാൻ ഇറക്കിക്കൊണ്ടേയിരുന്നു. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും കൊള്ളാം. ശിശുപാലന്റെ ബുദ്ധി തന്നെ പ്രയോഗിക്കാം. വേറെ ആരെങ്കിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭാമയുടെ പോക്ക് മുടക്കാം. പക്ഷെ അവൾ വിശ്വസിക്കും. ഹലോ.
ആ ശിശുപാല, ഞാനാ കെ മോഹനകൃഷ്ണൻ സാറ്. എന്താ സാറേ? എനിക്ക് ശിശുപാലിന്റെ ഒരു സഹായം ആവശ്യമുണ്ടായിരുന്നു. അത്യാവശ്യമാണ്. സാറ് കാര്യം പറ. ശിശുപാലന്റെ ഭാര്യയെ പറ്റിക്കാനായി വീട്ടിൽ വിരുന്നുകാർ വരുന്നൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു ശിശുപാലൻ? എനിക്ക് അതുപോലെ തന്നെ ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. പക്ഷേ വിരുന്നുകാർ വരുന്ന കാര്യം ഞാൻ പറഞ്ഞാൽ ഭാമ വിശ്വസിക്കില്ല. അത് മാത്രമല്ല, തിരിച്ചു വിളിച്ചു നോക്കാനുള്ള സാധ്യത ഉണ്ടാവും. അതൊഴിവാക്കാനായി അവളെ വിശ്വസിപ്പിക്കാൻ പറ്റിയ ഒരു നാടകം ഉണ്ടാക്കണം. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞു തരുന്ന പോലെ ശിശുപാലനങ്ങ് പറഞ്ഞാ മതി. ഓ ഓ ആ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ. ഓ ഓക്കെ സാർ. ഈ കണിയിൽ സത്യഭാമ വീണത് തന്നെ. ഇനി അവളെ വിശ്വസിപ്പിക്കാൻ വേറെ നമ്പർ കൂടി ഇറക്കണം. ഭാമേ, ഈ ഞാൻ പിന്നെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി നീ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന്. ഞാൻ എന്തു പറഞ്ഞതില്? അല്ല, ഇന്നൊരു അവധി ദിവസമാണല്ലോ. നമുക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലതാനും. അപ്പൊ പിന്നെ ഒരു സിനിമയ്ക്ക് പോകുന്നതിലത് തെറ്റ് അല്ല. ഈ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിന്റെ ദിവസമാണല്ലോ. സന്തോഷമുള്ള ദിവസം ഒരു സിനിമയെ കണ്ടങ്ങ് ആഘോഷിക്കുന്നതല്ലേ നല്ലത്. ഒരു സിനിമ കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും കുറഞ്ഞത് 650 രൂപയെങ്കിലും ചെലവാകുമല്ലോ. പക്ഷെ നമ്മൾ എന്നും സിനിമ കാണുന്നില്ലല്ലോ. ഇടയ്ക്ക് 1-2 സിനിമ കാണുന്നൊരു കുഴപ്പമൊന്നുമില്ല. അതിനുള്ള പൈസയൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. എന്താണ് പെട്ടെന്നൊരു മനംമാറ്റം? പെട്ടെന്നൊന്നുമല്ല. അടുക്കളയിൽ നീ ഫോൺ എടുക്കാൻ പോയില്ലേ? അപ്പൊ ഞാൻ അടുക്കള തന്നെ അങ്ങ് നിന്നായിരുന്നു. നീ പറഞ്ഞതിനെ പറ്റി ശരിക്കൊന്ന് ആലോചിച്ചു. അങ്ങനെ കുറെ ആലോചിച്ച് വന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. നിന്റെ ഭാഗത്താണല്ലോ ഈശ്വര ന്യായം എന്ന്. കാര്യമായിട്ടാണോ പറഞ്ഞത്? പിന്നല്ലാതെ. എന്തായാലും ഇന്ന് നിന്റെ കൂടെ സിനിമയ്ക്ക് വന്നിട്ട് എന്നെ വായിക്കാര്യം. ബാക്കി പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോ. ബാക്കി പരിപാടിയോ? എന്ത് പരിപാടി? അല്ല, ഈ വേറെന്തെങ്കിലും പരിപാടിയൊക്കെ ചിലപ്പോ നീ ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ. വല്ല തുണി അലക്കാനോ വീട് വൃത്തിയാക്കാനോ ഒക്കെ. അതൊക്കെ അങ്ങ് മാറ്റി വെച്ചോളാനാ. അത് മാത്രം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ അങ്ങനെയുള്ള പരിപാടികളൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ വേറെ എന്ത് ആലോചിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചേക്ക്. ഞാനും നീയും കൂടി സിനിമയ്ക്ക് പോകുന്നേക്കാളും വലിയ എന്ത് പരിപാടി എവിടെ ഉള്ളത്? ആ ചെല്, അതാരാണെന്ന് നോക്ക്. ഞാനൊന്ന് കുളിച്ചോട്ടെ. ഈ നിർത്തോ? നല്ല ചൂട്. കുളിച്ച അങ്ങ് മാറും. വിളിക്കുന്ന ആളോട് ഞാൻ കുളിക്കാണെന്ന് പറഞ്ഞാൽ മതി. ചെല്ല്. ഹലോ, മോഹനേഷന്റെ വീടല്ലേ? അതെ. ഞാൻ തകർച്ചതാരാ. ആ നമസ്കാരം സർ. ഞാൻ സത്യഭാമയാ. മോഹനേഷനെ ഒന്ന് വിളിക്കൂ. അയ്യോ, മോഹനനെ കുളിക്കാൻ കയറിയിരിക്കുക. സാറ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. അതൊന്നും വേണ്ട. മോഹനേഷൻ കുറച്ചു നാളായി എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷേ വരാൻ എനിക്കൊരിക്കലും സമയം കിട്ടാറില്ല. ഇന്ന് അവധിയാണല്ലോ. എനിക്കാണെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് വരേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഒരു 1:30 മണിയാവുമ്പോ ഞാൻ അങ്ങോട്ട് വരാം. ഇന്നോ? എന്താ, ഇന്ന് അസൗകര്യം വല്ലതുണ്ടോ? ഏയ്, അസൗകര്യമൊന്നുമില്ല സാർ. സാറ് വരുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യല്ലേ. സാറ് വരണം. ഞാൻ മോഹനോട് പറഞ്ഞോളാം. അത് കേൾക്കുമ്പോ മോഹനോട് വലിയ സന്തോഷാവും. അതെ അതെ, ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവും. ശരി സാർ. ഓക്കെ. ഇഷ്ടം.
തഹസിൽദാർക്ക് വരാൻ കൊണ്ടൊരു സമയം. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എല്ലാം പോയി. അയ്യോ. ആ വിദ്യ, ഞാനാ. ഇന്നേ ഒരു നാശം പിടിച്ച ദിവസ. നിന്റെ കൂടെ സിനിമയ്ക്ക് വരാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അപ്പോ മോഹനേട്ട മനസ്സ് മാറി എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ദാദാഗസുകാർ വിളിക്കുന്നു. ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുന്നു. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സിനിമ കാണാനുള്ള യോഗമൊന്നും എനിക്കില്ല. ഓ, അപ്പൊ ശരി വിദ്യ, ഞാൻ പിന്നെ വിളിച്ചോളാം. ചെടിയൊക്കെ നാശമായി പോയല്ലോ. കുറച്ച് വെള്ളം തെളിച്ചോട്ടെ. ഇതാണോ കുളിക്കാൻ പോകാൻ നിന്നോട് പറഞ്ഞത്? കുളിക്കാൻ പോകുമ്പോഴാ ഈ ചെടിയൊക്കെ വാടിക്കുന്നതായിട്ട് കണ്ടത്. എന്നാ പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാൻ കരുതി. മോഹനേട്ടനെ തഹസിൽദാർ വിളിച്ചിരുന്നു. അയ്യോ, തഹസിൽദാരോ? എന്തിന്? ഇന്ന് അത് ദിവസമാണല്ലോ. അവധി ദിവസം തഹസിൽദാരനെ വിളിക്കേണ്ട കാര്യം എന്താ? അതെ, ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല. തഹസിൽദാർ ഒരു നല്ല കാര്യം പറയാനല്ലേ വിളിച്ചത്. അത് കേൾക്കുമ്പോ മോഹനേട്ടന് സന്തോഷാവും. എന്താ? തഹസിൽദാരും സിനിമയ്ക്ക് വരുന്നുണ്ടോ? അതൊന്നും അല്ലെന്ന്. ഈ വീട്ടിലേക്ക് മോഹനേട്ടൻ പല പ്രാവശ്യം ക്ഷണിച്ചിട്ടും തഹസിൽദാർക്ക് വരാൻ പറ്റിയിട്ടില്ലല്ലോ. ആ, ഇന്ന് അദ്ദേഹത്തിന് സമയം കിട്ടി. ഇവിടെ അടുത്തൊരിടത്ത് വരുന്നുണ്ടെന്ന്. അപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എപ്പോ? ഉച്ചയ്ക്ക് വരുമെന്ന്. ഉച്ചക്കോ? അയ്യോ, എന്താ മോനേട്ടാ? തഹസിൽദാർ വരുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തഹസിൽദാർ വരുന്നത് സന്തോഷം തന്നെയാണ്. പക്ഷെ നിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞു പോയല്ലോ. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? അത് സാരമില്ല. സിനിമയ്ക്ക് നമുക്ക് ഇനി ഒരു ദിവസം പോവാലോ. അതല്ലല്ലോ കാര്യം. വെറുതെ ഇരുന്ന് നിനക്ക് ഞാൻ ആവശ്യമില്ലാത്ത മോഹങ്ങൾ തന്നല്ലോ. ആകെ വിഷമമായല്ലോ പാമേ. സാരില്ല മോഹനേട്ടാ. മോഹനേട്ടന്റെ സന്തോഷല്ലേ എന്റെ സന്തോഷം. തഹസിൽദാർ വീട്ടിൽ വരുന്നതിനെക്കാട്ടിലും വലിയൊരു സന്തോഷം എന്റെ മോഹനേട്ടനില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. സമയത്രേ? 11:30 1:30 ആകുമ്പോഴേക്കും തഹസിൽദാർ വരും. അപ്പോഴേ കുളിച്ച് വേഷം മാറിയേക്ക് നിൽക്കേ. ചെടി നമുക്ക് വൈകിട്ട് നനയ്ക്കാം. ഹലോ സാറേ, ഞാനാ ശശിപാലൻ. എന്തായി സാറേ? എന്താവാൻ, സംഗതി ഏറ്റു. വിളിച്ചത് തഹസിൽദാർ തന്നെയാണെന്നാണ് അവൾ കരുതിയിരിക്കുന്നത്. ഇനിയിപ്പോ ഒരു 2 മണിയാകുമ്പോ ശിശുപാലൻ ഇനി ഒന്നുകൂടെ വിളിക്കണം. എന്നിട്ട് ഇന്ന് വരാൻ അസൗകര്യമാണല്ലോ എന്നുകൂടി പറയണം. 2 മണി കഴിഞ്ഞപ്പോ എന്ത് സിനിമ? അതൊക്കെ ഞാൻ ഏറ്റു സാറേ. എന്നാലും വില്ലേജ് ഓഫീസിൽ പിയൂണ എനിക്ക് ഫോണിലൂടെ എങ്കിലും ഒന്ന് തഹസിൽദാരാവാൻ കഴിഞ്ഞല്ലോ. പക്ഷേ നമ്മൾ ഈ കളിച്ച കളിയെപ്പറ്റി സ്വയം പ്രഭയോടോ കാഞ്ചനോടോ പറഞ്ഞാൽ ശിശുപാലൻ വിവരം അറിയും. പാലം കടക്കോളം നാരായണ, അത് കഴിഞ്ഞ പൂരായണ. കുളിക്കാൻ പോയില്ല ഇതുവരെയായിട്ടും? ഒന്ന് വേഗം ചെല്ല്. വീട്ടിലൊരാൾ വരും, ഇങ്ങനെയാണോ നിൽക്കേണ്ടത്? അവനെ ഞാൻ കുറച്ചുകൂടെ കഴിയട്ടെ, സമയമുണ്ടല്ലോ. ഉത്തം വന്നിട്ടുണ്ട്. ഈ തഹസിൽദാർ വരുന്ന കാര്യമൊന്നും ഉത്തമനോട് പറയാൻ നിൽക്കണ്ട. അതെന്താ? ഉത്തമൻ അത് കേൾക്കുമ്പോ അസൂയാവും നമ്മളോട്. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങള്? നമസ്കാരം. നമസ്കാരം. അതെ, റിപ്പബ്ലിക് ദിനം ആയതുകൊണ്ട് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചല്ലേ?
എന്താണ് പതിവില്ലാതെ ഇങ്ങനെയൊക്കെ? റിപ്പബ്ലിക് ദിനം പ്രമാണിച്ചൊന്നും ഒരാഘോഷത്തിന് ഞാൻ മോഹനേട്ടൻ ഇല്ല ഉത്തമ. നമുക്കൊന്ന് ആഘോഷിക്കണമെങ്കിൽ അതിനെന്തിനാ റിപ്പബ്ലിക് ദിനം? അങ്ങനെ. അയ്യോ നമസ്കാരം സാറേ. റിപ്പബ്ലിക് ദിനം ആയതുകൊണ്ട് ഏതൊക്കെയോ അതിഥികൾ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. വരുന്ന ചില്ലറക്കാരൊന്നും അല്ല ഉത്തമ, സാക്ഷാൽ തഹസിൽദാർ തന്നെയാ. ഒരു തഹസിൽദാർ വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ വരുന്നത് ചെറിയ കാര്യമാണോ? ഒരിക്കലുമല്ല. ഇന്ന് ഒരു ദിവസം സാറിന്റെ വീട്ടിൽ വന്ന് വീടും പരിസരവും ഒക്കെ കണ്ട് ഗംഭീരമായ ഒരു ഉച്ചയൂണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ തഹസീൽദാർ പറയും, വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ ഒരു സംഭവമാണ് എന്ന്. അങ്ങനെ ഗംഭീരമായ ഒരു ഉച്ചൂണം ഞങ്ങൾ ഒരുക്കിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേർക്കും ഉച്ചക്ക് ഉണ്ടാക്കുന്നത് തന്നെയാണ് തഹസീൽദാർക്കും കൊടുക്കുന്നത്. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. അയ്യയ്യേ, അത് പോരെ സാറേ. വരുന്നത് തഹസീൽദാരല്ലേ? തഹസീൽദാർ ചില്ലറക്കാരനാണ്. തഹസീൽദാർ വരുന്നുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. എന്ത്? അല്ല, ഈ തഹസീൽദാർ വരുന്നത് ഊണ് കഴിക്കാനല്ലല്ലോ, ഈ വീടും പരിസരവും കാണാനല്ലേ. അതാ കണ്ടിട്ട് തഹസീൽദാർ പോയിക്കോളും. അയ്യയ്യേ, സാർ എന്തെന്ന് വർത്താനം പറയുന്നേ? തഹസീൽദാരെ പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വീട്ടിൽ വന്നിട്ട് ഊണ് കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടല്ലേ? സാറിന് ഇത്തരം കാര്യങ്ങളിൽ ധാരണയില്ലെങ്കിലും വക്കീലിന് ഇത്തരം കാര്യങ്ങളിൽ നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണല്ലോ തഹസീൽദാർ വരുന്ന കാര്യം അറിഞ്ഞ പാടെ എന്നെ വിളിച്ച് പറഞ്ഞ് ഇതെല്ലാം വാങ്ങിച്ചത്. 3 ചിക്കൻ കറി, 2 ചിക്കൻ റോസ്റ്റ്, പിന്നെ 2 മട്ട ഒലത്തിയത്, 4 മീൻ കറി, 4 മീൻ ഫ്രൈ. പോരാത്തതിന് സുരേന്ദ്രന്റെ ഹോട്ടലിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, കൊഞ്ച് ഫ്രൈ. ഇതൊക്കെ ആർക്ക് കഴിക്കാനാ? എന്താ ഇതൊക്കെ ആർക്ക് കഴിക്കാനെന്ന്? അയ്യയ്യേ, തഹസിൽദാർ വരുന്ന കാര്യം പറഞ്ഞ പാടെ ഞാൻ വിദ്യ വിളിച്ച് സിനിമയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഉത്തമനെ വിളിച്ചിട്ട് ഇതെല്ലാം കൊണ്ടുവരണമെന്ന് വിളിച്ചു പറഞ്ഞു. സാറേ, എന്താ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒട്ടും പിശിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ അഭിമാനത്തിന്റെ കാര്യമല്ലേ? ഇതെല്ലാം കൂടെ ആകെ ചെലവായത് 1250 രൂപയുള്ളൂ. ബില്ലുണ്ടേ, 2 എണ്ണം ഉണ്ട്. പിന്നെ നാളെ മറ്റന്നാളെ സൗകര്യമായിട്ട് പൈസ കൊണ്ട് കൊടുത്താൽ മതിയേ. ഞാനങ്ങനെ ഇറങ്ങുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ബാലസാറിന്റെ വീട്ടിൽ അത്യാവശ്യമായിട്ടൊന്ന് പോണം. എന്താ ഇനിയിപ്പോ എന്ത് പറ്റാനാ? ഇതൊക്കെ ആര് കഴിക്കും? തഹസിൽദാർ വരുമല്ലോ. തഹസിൽദാർ വന്നില്ലെങ്കിലോ? വരാതെവിടെ പോനാ? മോഹനേട്ടന്റെ മേലുദ്യോഗസ്ഥനല്ലേ, ഒരു വാക്ക് പറഞ്ഞ മാറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. 1250 രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാമായിരുന്നു. സിനിമ കാണാൻ പോകുന്നതായിരുന്നു ഇതിനേക്കാൾ നല്ലത്. സിനിമയോ? ഏത് സിനിമ? അതൊരു വലിയ കഥയാ. സിനിമാ കഥയെക്കാളും വലിയ കഥയൊന്നും. എന്റെ ദൈവമേ. അതിബുദ്ധി അപകടത്തിലെ കലാശിക്കൂ എന്ന് എത്രയോ കാലമായി വില്ലേജ് ഓഫീസറോട് പറയുന്നതാണ്. പക്ഷേ കക്ഷിക്കത് മനസ്സിലാവില്ല. ചെലവ് കുറയ്ക്കാൻ ഒരുപാട് ആലോചിച്ച് കണ്ടുപിടിച്ച വഴിയിലൂടെ കാശ് കൈവിട്ടു പോകുന്നത് കണ്ടു നിൽക്കാനേ കക്ഷിക്ക് പറ്റിയുള്ളൂ. ഇത്തവണയെങ്കിലും മോഹനകൃഷ്ണൻ ഒരു പാഠം പഠിച്ചു കാണുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം.